ഹലോ! അങ്ങനെ നമ്മുടെ പത്തരമാറ്റിൽ നമ്മുടെ നയനയുടെ സ്വപ്നങ്ങളെല്ലാം തകർന്നടിഞ്ഞ് വീഴുന്നു. അതേ പ്രേക്ഷകരെ നമ്മുടെ നയന ഒത്തിരി പ്രതീക്ഷയോടുകൂടി ആദർശിന്റെ മുന്നിലേക്ക് വരുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, "എനിക്ക് നിന്നെ കാണണ്ട. എന്റെ മുന്നിൽ നിന്നും പൊയ്ക്കോളണം" എന്ന് പറഞ്ഞ് ആട്ടിപ്പായിക്കുകയായിരുന്നു. ശേഷം നമ്മുടെ അനന്തപുരി തറവാടിലേക്ക് നമ്മുടെ നയന വരുന്നുണ്ടെങ്കിലും അതൊരു ജീവനില്ലാത്ത നയനനെ പോലെയാണ് തോന്നിയത്. ഒരു പുതിയ നയന. പോയ നയനയേ അല്ല. പോയ നയന ഭയങ്കര സന്തോഷവതിയായിരുന്നെങ്കിൽ ഇപ്പോൾ തിരിച്ചു വന്ന നയന ഉം ആ ഒരു മരിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയ്ക്ക് തുല്യമായിട്ടുള്ള ഒരു നയനയാട്ടോ. കാരണം എന്ന് വെച്ചാൽ ആദർശേട്ടൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് തന്നെയാണെന്ന് നമ്മുടെ നയനയ്ക്ക് മനസ്സിലായി. അപ്പോൾ നമ്മുടെ ദേവയാനി അവിടെ നൈസായിട്ട് കൈയൊഴിയുന്നുണ്ട്. ദേവയാനിയും വന്ന് നമ്മുടെ നയനെ ആശ്വസിപ്പിച്ചിട്ട് പറയുന്നുണ്ട്, "അവൻ്റെ മനസ്സെനിക്ക് ഒട്ടും വായിക്കാൻ കിട്ടുന്നില്ല മോളെ. എന്താണ് അവൻ്റെ സ്വഭാവം ഇങ്ങനെ മാറിയതെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല" എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദേവയാനിയും പറയുന്നുണ്ട്. അപ്പൊ നയന എല്ലാവരാലും അവിടെ അവഗണിക്കപ്പെടുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ നമുക്ക് പത്തരമാറ്റില് കാണുവാൻ സാധിക്കുന്നതായിട്ട്. ഏറ്റവും ഒടുവില് നമ്മുടെ നയന ആ ഒരു എന്താ പറയാ വാവിട്ടലറി കരയുന്നൊരു രംഗങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ ആ ഒരു പ്രൊമോയില് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു വഴക്കും വക്കാളവും നമ്മുടെ ആദർശിന്റെ വാശിയൊക്കെ എവിടം വരെ പോകും അല്ലെ? എങ്ങനെ ഇത് തീരും അല്ലെ കൂട്ടുകാരെ? അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.